നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും പിഴയും. 11 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. ചാലക്കുടി നഗരസഭ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാപിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിൽ അപാകത. പ്രതിപക്ഷം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രകൃതിയോട് ഇണങ്ങിയുള്ള നിരവധി ടൂറിസം പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കാൻ ആലോചനയുള്ളതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പരിസ്ഥിതി ദിനത്തിൽ തൃശൂർ ജില്ലാ ഭരണകൂടവും DTPCയും എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ റണ്ണിംഗ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച കോൾപ്പാടങ്ങളിലൂടെയുള്ള ഓട്ടത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ഓടി. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഒപ്പം പ്രായഭേദമന്യേ ഇവരും ഓട്ടത്തിൽ പങ്കാളികളായി. 9 വയസ്സുകാരൻ കിരൺ മുതൽ 72കാരൻ കൃഷ്ണൻ വരെയുള്ളവർ ആവേശത്തോടെയാണ് കളക്ടർക്കൊപ്പം ഓടിയത്. തൃശൂർ പുഴയ്ക്കലിൽ നിന്നും ആരംഭിച്ച് കോൾപ്പാടത്തിലൂടെ ഓടി പുല്ലഴിയിലെത്തി തിരിച്ച് പുഴയ്ക്കലിൽ തന്നെ ഓട്ടം സമാപിച്ചു. ആരോഗ്യ സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഇതുപോലുള്ള തുടർ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും പിഴയും. വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശിവാനന്ദനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2016 നവംബറിലായിരുന്നു സംഭവം. അതിജീവിതക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നതാണ് കേസ്. വരന്തരപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 12 സാക്ഷികളെയും 19 രേഖകളും 6 തൊണ്ടി വസ്തുക്കളും പ്രതിഭാഗത്തു നിന്ന് 1 സാക്ഷിയെയും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ പറയുന്നു. 11 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. കൊടകര സ്വദേശി അടകത്ത് കൂടാരം വീട്ടിൽ 54 വയസ്സുള്ള ശിവൻ എന്നയാളെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത്. 7 വർഷം കഠിന തടവും 60,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2020 ബന്ധുവീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന അതിജീവിതയെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിച്ചെന്ന് ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിക്കുകയായിരുന്നു. കൊടകര പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ചാലക്കുടി നഗരസഭ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. തെരുവുനായ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മറ്റ് നായ്ക്കളെ കടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനിച്ചത്. മുഴുവൻ തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകാനും വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി ലൈസൻസ് പുതുക്കി കൊടുക്കാനും കൌൺസിൽ തീരുമാനിച്ചിരുന്നു. രാവിലെ KSRTC പരിസരത്ത് നിന്നും ആരംഭിച്ച വാക്സിനേഷൻ ഡ്രൈവ് ഐവിഷൻ ഹോസ്പിറ്റൽ, KSRTC ഡെപ്പോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഫ്ലൈ ഓവർ, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, പോലീസ് ക്വാർട്ടേഴ്സ്, താലൂക്ക് ആശുപത്രി, മാർക്കറ്റ്, വെട്ടുകടവ്, കൂടപ്പുഴ, കനാൽ റോഡ്, പോട്ട, നോർത്ത് ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 107 നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. അടുത്ത ആഴ്ചകളിൽ വളർത്തു നായ്ക്കളുടെ വാക്സിനേഷൻ ക്യാമ്പും ആരംഭിക്കും. തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാപിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിൽ അപാകത. പ്രതിപക്ഷം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു.
എന്നാൽ പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണെന്നും പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറുമില്ലെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ഏകദേശം 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് പാർക്കിംഗ് സിസ്റ്റത്തിനെതിരെയാണ് പരാതി. വെൽഡ് ചെയ്ത കമ്പികൾ വളഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരുടേതടക്കം 2-3 വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിയതായും തുടർന്ന് പെയിന്റ് അടിച്ച് വീഴ്ച മറച്ചതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പരിയാരം, അതിരപ്പിള്ളി, കോടശ്ശേരി പഞ്ചായത്തുകളുടെ ആസ്ഥാന ക്ഷേത്രമായ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും പ്രകൃതി സംരക്ഷണത്തിനും ക്ഷേത്രാങ്കണത്തിൽ വൃക്ഷത്തൈകളും പൂച്ചെടികളും നട്ടുപിടിപ്പിക്കുന്ന ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീ കേശവ വർമ്മ ശാന്തി ആലിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ആൽമരത്തിന്റെ പ്രാധാന്യം വിവരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് സദാനന്ദൻ PP, ക്ഷേത്രം പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി മുരളീധരൻ നടുമുറി എന്നിവർ സംസാരിച്ചു. ദേവസ്വം സെക്രട്ടറി ശിവദാസൻ, TS കോർഡിനേറ്റർ ജയേഷ് PC, മാതൃസമിതി പ്രവർത്തകരായ സരിത സത്യൻ, അമ്മിണി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും പിഴയും. 11 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കൊടകര സ്വദേശിക്ക് 7 വർഷം കഠിന തടവ്. ചാലക്കുടി നഗരസഭ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാപിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിൽ അപാകത. പ്രതിപക്ഷം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.